മോർണിംഗ്. രാവിലെ നല്ല എന്താ പറയുക, അടിപൊളി കോലത്തിലേക്ക്. സണ്ണുണ്ടോ? സണ്ണില്ല, ചെറുതായിട്ട് വരുന്നുണ്ട്. രണ്ട് ദിവസം മഴയൊന്നും ഇല്ലാണ്ട് നിന്നപ്പം ഇന്നലെ നല്ല തകൃതിയായിട്ട് മഴ രാവിലെ മുതലേ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി. ഇന്നലെയും മിനിഞ്ഞാന്നും രാവിലെ തന്നെയില്ല പരിപാടി. നമ്മുടെ ബീഫില്ലേ, ബീഫ് കറിക്ക് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രീസ് ചെയ്തോണ്ട് നല്ല എന്താ പറയുക, നല്ല വേഗം മുറിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അതേട്ടാ, നമ്മൾ ഈ ബീഫെല്ലാം ഫ്രീസ് ചെയ്തിട്ട് വെച്ചാൽ നല്ല സ്ക്വയർ പീസായിട്ട് നല്ല അടിപൊളിയായിട്ട് മുറിച്ച് കിട്ടും വേഗം. വേണ്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇവിടെ റെഡി. ഇനി ഇത് കഴുകി വൃത്തിയാക്കണം. കറിക്കുള്ള ബാക്കി പരിപാടി നോക്കണം. ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി അതിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി അടുത്ത പരിപാടി നെയ്പ്പത്തൽ ചുടലാണ്. അപ്പോൾ നെയ്പ്പത്തലിന് വേണ്ടിയിട്ട് പച്ചരിയിലേക്ക് തേങ്ങയും അതേപോലെ ജീരകവും ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കേണ്ടത്, പക്ഷെ നമുക്കില്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചേർത്ത് അതൊക്കെ അരച്ച് പത്തിരിപ്പൊടിയിലേക്ക് അത് ഒഴിച്ച് കുഴച്ച് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല ബോൾസാക്കി എടുത്തിട്ട് അങ്ങനെ നെയ്പ്പത്തലും ചുട്ടെടുത്തിട്ടുണ്ട്. എങ്ങനെ ടിച്ചുണ്ടിച്ചോക്കിനി കാണിച്ച എഞ്ചോ ചത്ത് ചത്ത് പറഞ്ഞ കണ്ട നമ്മളെ വീട്ടിൽ പിടിച്ച കപ്പക്ക നമ്മൾക്ക് പറിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആവുന്നില്ല. പരിശ്രമത്തിനൊടുവിൽ കിട്ടിയിട്ടുണ്ടെണ്ണം. അതിന് വേരെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട് സംഭവം. മാഷാ അല്ലാഹ്, നല്ലോണം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നാസ്റ്റയെല്ലാം കഴിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. ഇതെന്താ ഇത്രയും മരുന്നിൻ്റെ കുപ്പിന്ന് വിചാരിക്കണ്ട. ഇത് ഇടയ്ക്ക് ഇങ്ങനെ സെന്നുൻ്റെ ഇതൊക്കെ ക്ലീൻ ആക്കുമ്പോൾ കുറേ മരുന്നിൻ്റെ ബോട്ടിൽസ് എല്ലാം ഉണ്ടാവും ചാടാൻ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് റൈസ് ആക്കാമെന്ന് കരുതിയിട്ട് നേരെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഒരു ബിരിയാണി മോഡൽ, ബിരിയാണി എന്നൊന്നും പറയാൻ പാടില്ല, ബിരിയാണിക്ക് വരെ പെരുദോഷമായി പോകും, ഒരു തട്ടിക്കൂട്ട് ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എന്താ ആക്കുവാന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ രതീശനാക്കുക ചായക്ക് കടിക്കുമെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മളെ രതീശനാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രതീശനും മുട്ട പൊട്ടിത്തെറിച്ചതും കൂട്ടിയിട്ട് ഒരു ചായ കുടിയും കൂടി കഴിഞ്ഞു. അതിനിടയിൽ കൂടി എൻ്റെ ഫാത്തിമക്കൂട്ടി കുറേ വീഡിയോസും കാര്യങ്ങളും നമ്മളെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേ, വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. താങ്ക്